എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള ആർക്കിടെക്ചർ പ്രവേശനവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് റാങ്ക് ലിസ്റ്റ് പ്രിപ്പറേഷന് മുന്നോടിയായിട്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ മാർക്ക് ഡാറ്റകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള അവസരം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള സർക്കുലർ വിദ്യാർത്ഥികളുടെ ഈ ഒരു കീമിൻ്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആർക്കിടെക്ചർ, അതായത് ഈ ഒരു BArch കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് ഓപ്ഷൻ നൽകിയിട്ടുള്ള വിദ്യാർത്ഥികൾ നിങ്ങളുടെ മാർക്കുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക്, അതായത് ഇപ്പോൾ ആർക്കിടെക്ചർ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിനുള്ള യോഗ്യതാ പരീക്ഷയുടെ മാർക്കും നാറ്റ സ്കോർ ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്ത് സമർപ്പിക്കേണ്ടതാണ്. അപ്പോൾ യോഗ്യതാ മാർക്ക് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ +2ൻ്റെ മാർക്കും, അതുപോലെ നാറ്റ സ്കോർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു നാഷണൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ ആർക്കിടെക്ചർ എന്ന പരീക്ഷ എഴുതിയിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് അതിന് ലഭിച്ച ആ ഒരു സ്കോറുമാണ്. അപ്പോൾ നിങ്ങൾക്ക് യോഗ്യതാ പരീക്ഷയിൽ എന്ന് പറയുമ്പോൾ +2 ഓർ ഡിപ്ലോമ അഥവാ തത്തുല്യം എന്നിവയ്ക്ക് ലഭിച്ച മാർക്കിനും തുല്യ പരിഗണന നൽകി, അതായത് ഈ ഒരു നാറ്റയുടെയും അതുപോലെ യോഗ്യതാ പരീക്ഷയുടെയും മാർക്കിന് തുല്യ പരിഗണന നൽകിക്കൊണ്ട് പരീക്ഷാ കമ്മീഷണർ തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും 2024-25 അധ്യയന വർഷം കേരളത്തിലെ ആർക്കിടെക്ചർ, അതായത് BArch കോഴ്സിലേക്കുള്ള പ്രവേശനം നടത്തുന്നത്. പ്രസ്തുത റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്നതിനായിട്ട് 2024 ആർക്കിടെക്ചർ പ്രവേശനത്തിനായിട്ട് പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് അപേക്ഷിച്ചിട്ടുള്ള നാറ്റ ടെസ്റ്റിൽ യോഗ്യരായിട്ടുള്ള വിദ്യാർത്ഥികൾ അവരുടെ നാറ്റ 2024 സ്കോറും അതുപോലെ യോഗ്യതാ പരീക്ഷയിൽ +2 ഡിപ്ലോമ അല്ലെങ്കിൽ അഥവാ തത്തുല്യം ലഭിച്ച ആകെ മാർക്കും www.ce.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായിട്ട് സമർപ്പിക്കേണ്ടതാണ്. മേൽപ്പറഞ്ഞ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ള കീം 2024 കാൻഡിഡേറ്റ് പോർട്ടൽ എന്ന ലിങ്കിലൂടെ അപേക്ഷാർത്ഥികൾ അവരവരുടെ അപേക്ഷാ നമ്പറും അതുപോലെ തന്നെ നിങ്ങളുടെ പാസ്വേഡും നൽകി സെക്യൂരിറ്റി കോഡ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കുറച്ച് ഇംഗ്ലീഷ് അക്ഷരം കാണാം, അതുകൂടി നൽകിയ ശേഷം ഹോം പേജിൽ പ്രവേശിച്ച ശേഷം, ലോഗിൻ ചെയ്ത് ഹോം പേജിൽ പ്രവേശിച്ച ശേഷം മാർക്ക് സബ്മിഷൻ ഫോർ BArch എന്നുള്ള മെനു ക്ലിക്ക് ചെയ്ത് നാറ്റ 2024 സ്കോറും യോഗ്യതാ പരീക്ഷയിൽ +2 ഓർ ഡിപ്ലോമ അഥവാ തത്തുല്യം ലഭിച്ച മാർക്കും സമർപ്പിക്കാവുന്നതാണ്. യോഗ്യതാ പരീക്ഷയിൽ ഗ്രേഡാണ് നൽകിയിരിക്കുന്നതെങ്കിൽ ഗ്രേഡിന് തുല്യമായ മാർക്ക് സമർപ്പിക്കേണ്ടതാണ്. മാർക്കുകൾ വെബ്സൈറ്റിൽ നിഷ്കർഷിക്കുന്നത് പോലെ രേഖപ്പെടുത്തി വിദ്യാർത്ഥികൾ സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. അതിനുശേഷം അപ്ലോഡ് നാറ്റ സ്കോർ കാർഡ് ആൻഡ് +2 ഓർ ഡിപ്ലോമ ഓർ ഇക്വലൻ്റ് മാർക്ക് ഷീറ്റ് എന്ന പേജിലൂടെ വിദ്യാർത്ഥിയുടെ +2 ഓർ ഡിപ്ലോമ അഥവാ തത്തുല്യം മാർക്ക് ഷീറ്റിൻ്റെയും അതുപോലെ നാറ്റ 2024 സ്കോർ കാർഡിൻ്റെയും PDF ഫോർമാറ്റുകൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അതായത് ഇതൊക്കെ PDF-ലാക്കിയിട്ടാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അതിനുശേഷം അപ്ലോഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റുകൾ അല്ലെങ്കിൽ രേഖകൾ വ്യക്തതയുള്ളതും വായിക്കാൻ കഴിയുന്നതും അപാകതകൾ ഇല്ലാത്തതും ആയിരിക്കണം. അതിനുശേഷം പ്രിൻ്റ് മാർക്ക് സബ്മിഷൻ കൺഫർമേഷൻ റിപ്പോർട്ട് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കൺഫർമേഷൻ റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്ത് ഹാർഡ് കോപ്പി അല്ലെങ്കിൽ സോഫ്റ്റ് കോപ്പി ആയിട്ട് വിദ്യാർത്ഥികൾ സൂക്ഷിക്കേണ്ടതാണ്. അത് നിങ്ങൾ ഈ ഒരു ഹാർഡ് കോപ്പി, അതായത് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇവ പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ ഓഫീസിലേക്ക് അയക്കേണ്ടതില്ല. അപ്ലോഡ് ചെയ്ത സർട്ടിഫിക്കറ്റുകളുടെ അസൽ പകർപ്പുകൾ അഡ്മിഷൻ സമയത്ത് ഹാജരാക്കേണ്ടതും അഡ്മിഷൻ അധികാരികൾ അവ പരിശോധിക്കുന്നതുമാണ്. മാർക്കിൽ വ്യത്യാസം കാണുന്ന പക്ഷം അഡ്മിഷൻ റദ്ദാക്കപ്പെടുന്നതാണ്. CBSE പോലുള്ള രണ്ടാം വർഷത്തിൽ മാത്രം പൊതുപരീക്ഷ നടത്തുന്ന ബോർഡുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ രണ്ടാം വർഷത്തെ മാർക്ക് രേഖപ്പെടുത്തി പ്രസ്തുത മാർക്ക് ഷീറ്റ് നാറ്റ 2024 സ്കോർ കാർഡിനൊപ്പം അപ്ലോഡ് ചെയ്താൽ മതിയാകും. എന്നാൽ കേരള ഹയർ സെക്കൻഡറി ഓർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പോലെ 2 വർഷത്തെ മാർക്കുകൾ ലഭ്യമായിട്ടുള്ള ബോർഡുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ 2 വർഷത്തെയും ആകെ മാർക്കുകൾ രേഖപ്പെടുത്തി പ്രസ്തുത മാർക്ക് ലിസ്റ്റുകൾ നാറ്റ 2024 സ്കോർ കാർഡിനൊപ്പം അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഡിപ്ലോമ യോഗ്യതയുള്ള വിദ്യാർത്ഥികൾ എല്ലാ സെമസ്റ്ററുകളുടെയും ആകെ മാർക്കുകൾ രേഖപ്പെടുത്തി എല്ലാ സെമസ്റ്ററിലെയും മാർക്ക് ലിസ്റ്റുകൾ നാറ്റ 2024 സ്കോർ കാർഡിനൊപ്പം അപ്ലോഡ് ചെയ്യേണ്ടതാണ്. മാർക്ക് ലിസ്റ്റുകൾ പ്രത്യേക PDF ഫയലുകൾ ആണെങ്കിൽ PDF ഫയലുകളെ മെർജ് ചെയ്ത് ഒരൊറ്റ PDF ഫയലായിട്ട് വേണം അപ്ലോഡ് ചെയ്യാനായിട്ട്. അതുപോലെ നാറ്റ സ്കോറും യോഗ്യതാ പരീക്ഷയിൽ +2 ഓർ ഡിപ്ലോമ അഥവാ തത്തുല്യം ലഭിച്ച മാർക്കും ഓൺലൈനായിട്ട് സമർപ്പിക്കുന്നതിന് അനുബന്ധ രേഖകൾ അപ്ലോഡ് ചെയ്യുന്നതിനും വിദ്യാർത്ഥികൾക്ക് 25/7/2024 വൈകുന്നേരം 5 മണി വരെയാണ് അവസരം വെബ്സൈറ്റിൽ സൗകര്യമായിട്ടുള്ളത്. മേൽപ്പറഞ്ഞ പ്രകാരം വെബ്സൈറ്റ് വഴി യഥാസമയം നാഷണൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ ആർക്കിടെക്ചർ നാറ്റ 2024 പരീക്ഷയിൽ ലഭിച്ച സ്കോറും യോഗ്യതാ പരീക്ഷയിൽ, അതായത് +2 ഓർ ഡിപ്ലോമ അല്ലെങ്കിൽ തത്തുല്യം ലഭിച്ച മാർക്കും സമർപ്പിക്കാത്ത വിദ്യാർത്ഥികളെയും ആവശ്യമായ രേഖകൾ അപ്ലോഡ് ചെയ്യാത്തവരെയും 2024 നാറ്റ യോഗ്യത നേടാത്തവരെയും
ആർക്കിടെക്ചർ പ്രവേശനത്തിനായിട്ടുള്ള റാങ്ക് ലിസ്റ്റിന് പരിഗണിക്കുന്നതല്ല. കൗൺസിൽ ഓഫ് ആർക്കിടെക്ചർ COA-ൻ്റെ നാറ്റ 2024 ബ്രോഷർ പ്രകാരം ഒന്നിലധികം ടെസ്റ്റുകളിൽ പങ്കെടുക്കുകയാണെങ്കിൽ എല്ലാ ടെസ്റ്റുകളിലും ലഭിച്ച സ്കോറുകളും സ്കോർ കാർഡിൽ ലഭ്യമാണെങ്കിലും ടെസ്റ്റുകളിൽ ലഭിച്ച മികച്ച സ്കോർ അതായത് നാറ്റ 2024 സാധുവായ സ്കോറായി കണക്കാക്കും. ആയതിനാൽ ഒന്നിലധികം ടെസ്റ്റുകളിൽ നാറ്റ പരീക്ഷ എഴുതിയവർ ഉയർന്ന സ്കോർ ലഭിച്ച ടെസ്റ്റിൻ്റെ സ്കോർ കാർഡ് തന്നെ അപ്ലോഡ് ചെയ്യുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നീറ്റല്ല നാറ്റ എക്സാമിനേഷൻ്റെ മാർക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നാറ്റ സ്കോറിൻ്റെയും അതുപോലെ തന്നെ +2-ൻ്റെ മാർക്കും കറക്റ്റായിട്ട് ഇതിൽ ഈ ഒരു നിർദ്ദേശം അതായത് ഈ ഒരു വിജ്ഞാപനം കറക്റ്റായിട്ട് ഡൗൺലോഡ് ചെയ്തെടുത്ത് വായിച്ച് നോക്കിയിട്ട് കറക്റ്റായിട്ട് ഈ ഒരു വിജ്ഞാപനം മനസ്സിലാക്കി നിങ്ങൾ ഈ ഒരു അപേക്ഷയല്ല ഈ ഒരു നിങ്ങളുടെ നാറ്റ സ്കോറും അതുപോലെ തന്നെ +2-ൻ്റെ മാർക്ക് ഡീറ്റെയിൽസും അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിലെങ്ങനെ PDF ആക്കണം എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട്. കറക്റ്റായിട്ട് ഈ ഒരു വിജ്ഞാപനം വായിച്ച് മനസ്സിലാക്കി ഈ ഒരു നാറ്റ സ്കോറും അതുപോലെ നിങ്ങളുടെ +2 അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ തത്തുല്യ മാർക്കും അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ അപ്ലോഡ് ചെയ്യുന്ന വിദ്യാർത്ഥികളെ മാത്രമേ ഈ ഒരു ആർക്കിടെക്ചർ റാങ്ക് ലിസ്റ്റിലേക്ക് പരിഗണിക്കുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.